ശ്രീനി ചേട്ടനോട് എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റില്ല, ഞാൻ ക്യാമറ പറയാൻ പറ്റുന്ന രീതിയിൽ. ഇല്ല, ആക്ച്വലി ശ്രീനിയുടെ അടുത്ത് ഞാൻ നുണ പറയേണ്ട കാര്യമില്ല. ഫുൾ ടൈം സത്യമേ പറയാറില്ല. ശ്രീനി കേൾക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചിരുത്തി എന്റെ എല്ലാ ഫീലിങ്സും ഞാൻ പറയുന്ന ഒരാള് ശ്രീനി. ആൻഡ് ഐ തിങ്ക് ശ്രീനി ഇസ് മൈ സീക്രട്ട് കീപ്പർ എന്ന് പറയത്തില്ലേ. എന്തുണ്ടെങ്കിലും ഇല്ല, അതിന്റെ ആവശ്യം വന്നിട്ടേ ഇല്ല. ബിക്കോസ് വി ആർ എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അറ്റ് ദ സെയിം ടൈം വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ശ്രീനിയുടെ അടുത്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഡാഡി ഹാസ് ഓൾസോ ബിൻ ദർ. പണ്ട് എപ്പോഴും ഡാഡി ആയിരുന്നു. ആഫ്റ്റർ ശ്രീനി കെയിം ഇൻ ടു ഇപ്പം ശ്രീനിയുടെ അടുത്താണ് കൂടുതലും പറയുന്നത്. പിന്നെ ഞാൻ ഡാഡിയുടെ അടുത്ത് പറയും, സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ വേണമെങ്കിൽ ഡാഡിനെ ഇപ്പൊ പഴയ പോലെ ബുദ്ധിമുട്ടിക്കാറില്ല. ഡാഡിക്ക് അതിനകത്ത് വിഷമം ഉണ്ടാവില്ല, ഓ മരുമോ വന്നപ്പോ ഒരു ബുദ്ധിമുട്ടില്ല. ഡാഡി ഇപ്പൊ നിലയുടെയും കൂടെയും ഇനിയിപ്പൊ എന്റെ അനീത്തിയുടെ വാവേനെയൊക്കെ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും. ഡാഡിക്ക് വേറെ പണികളുണ്ട്. എനിക്കൊരു വാക്ക് തന്നായിരുന്നു നേരത്തെ. വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് നിനക്കറിയില്ല. ഇത് പ്രേക്ഷകർ കണ്ടാൽ ആട്ടും. ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്താ വാക്ക് പാട്ട് പാടിത്തരാന്ന്. ஓகே. காதல் வந்ததும் கண்ணியின் உள்ளம் காதலை யாருக்கும் சொல்வதில்லை. புத்தக மூடிய மயிலிறகாக புத்திய மதிப்பாய் தெரிவதில்லை. நெஞ்சே என் நெஞ்சே செல்லாயோ அவனோடு, சென்றால் வரமாட்டாய் அதுதானே பெரும்பாடு. தன்னன்னானனா தன்னன்னானனா தன்னன்னானனா. காதல் வந்ததும் கண்ணியின் உள்ளம் காதலை யாருக்கும் சொல்வதில்லை. புத்தக மூடியை மயிலிறகாக புத்தியை மதிப்பாய் தெரிவதில்லை. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിൽ നിന്ന് ഇപ്പം മനസ്സിലായത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് നിലയും പേളിയും ശ്രീനി ചേട്ടനും എല്ലാവരും, അച്ഛനും ഡാഡിയും എല്ലാവരും ഇങ്ങനെ ഇരിക്കട്ടെ. അതോടൊപ്പം വലിമൈ റിലീസിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ് ടീംസിന്റെ വക. നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് എനിക്ക് ഒന്നും പറയാനില്ല, എല്ലാവരും കണ്ടോണ്ടിരിക്കുകയല്ലേ എന്റെ വ്ളോഗ്സിലൂടെ. ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ പുറത്തെ ആൾക്കാരെ കാണുമ്പം അപ്ഡേറ്റഡ് ആണ് അവര്. അപ്പം ലാസ്റ്റ് വ്ളോഗ് കണ്ടു കേട്ടോ, നിങ്ങൾ ചെന്നൈക്ക് പോയിരുന്നു അല്ലേ. അങ്ങനെ ഇപ്പൊ ഇറ്റ്സ് മൈ ലൈഫ് ഹാസ് ബിക്കം ലൈക്ക് ദാറ്റ്. അപ്പൊ ഇന്റർവ്യൂല് വരുമ്പോ ഒബ്വിയസ്ലി ഇറ്റ്സ് വേറൊരാളുടെ ഒരു സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. പക്ഷെ വ്ളോഗിൽ ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ ഐ തിങ്ക് ഓഡിയൻസ് ആർ ഇപ്പോഴാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ലൈക്ക് മോർ ദൻ എവർ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ വ്ളോഗ്സ് തുടങ്ങിയതിന് ശേഷം